ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയുടെ തിരിച്ചടിക്ക് മുമ്പേ പാകിസ്ഥാൻ വമ്പൻ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഇന്ത്യ ടുഡേയിലാണ് ഈ റിപ്പോർട്ട് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഞാൻ എന്റെ സോഴ്സ് കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിന്റെ താഴെ വരുന്ന അഭ്യുദയകാംക്ഷികൾക്ക് തോന്നണ്ട നിങ്ങൾ ഫേക്ക് ന്യൂസ് പരത്തുന്നു എന്നുള്ളത്. കാരണം അവന്മാര് ദേശാഭിമാനി മീഡിയ ഉണ്ടെങ്കിലും വരുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇന്ത്യ ടുഡേയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പാകിസ്ഥാനിലെ ഒരു നഗരം പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയാണെന്ന്. ഇന്ത്യയല്ല ഇത് പിടിച്ചെടുത്തത്. BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഡെത്ത് സ്ക്വാഡാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ 4 പിളയുമെന്ന്. പോരാത്തതിന് BLA എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രോക്സിയാണ് എന്നുള്ള ആരോപണം പാകിസ്ഥാൻ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. 10 പട്ടാളക്കാരെയും ആദ്യം കൊന്നു, 40 പട്ടാളക്കാരെ പിന്നീട് ഇവർ കൊന്നു എന്ന് അവകാശപ്പെടുന്നു. അതായത് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ. അപ്പോ ഇവരുടെ അടികൊള്ളാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് മുഴുവൻ പട്ടാളക്കാരെയും വലിച്ച് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഇട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നു. എന്തായാലും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് എന്റെ ബിജുചേട്ടാ പാകിസ്ഥാനിൽ നടക്കുന്നത്. ഞാനിത് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു. ഒന്നാമത് ഈ BLA ടേക്സ് ഓവർ മംഗൂച്ചർ ഇൻ ബലൂചിസ്ഥാൻ എന്ന റിപ്പോർട്ടാണ് പറഞ്ഞത്. മംഗൂച്ചർ എന്ന് പറഞ്ഞ ഒരു നഗരം പൂർണ്ണമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ അരക്കൻ ആർമി ബംഗ്ലാദേശിൽ കയറി സെയിന്റ് മാർട്ടിൻ ദ്വീപും അതിന്റെ അടുത്തുള്ള പ്രദേശങ്ങളും കൈവശപ്പെടുത്തിയതുപോലെ. രണ്ടാമത്തെ കാര്യം, കറാച്ചി കത്വ ഹൈവേ അവർ പിടിച്ചെടുത്തു. സൈനിക താവളത്തിനെതിരെ ഒരു ആക്രമണം നടത്തി. പാകിസ്ഥാൻ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. പാകിസ്ഥാൻ ഇന്ത്യയോട് മാത്രം യുദ്ധം ചെയ്താൽ പോരാ, പാകിസ്ഥാൻ ഒരു 2-3 വാർ ഫ്രണ്ട് തുറക്കണം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ തുറക്കും? സൈനികരില്ല. സൈന്യത്തിനകത്ത് കലാപം നടക്കുകയാണ്. അസീം മുനീറിനെതിരെ കലാപം നടക്കുകയാണ്. ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലും പാക് അധീന കശ്മീരിലും അസീം മുനീറിനെതിരെ വമ്പൻ കലാപം നടക്കുന്നു. പാക് പട്ടാളത്തിലുള്ളവർ തന്നെ ഇയാളെ തള്ളിപ്പറയുന്നു. പാകിസ്ഥാൻ നേവിയിലുള്ള നേവൽ അഡ്മിറൽ പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചത് എന്നുള്ളതാണ്. നമ്മളെ ആകപ്പാട 8 സബ്മറൈനേ ഉള്ളൂ. ഈ 8 സബ്മറൈനിൽ 6 കട്ടപ്പുറത്താണ്, പഞ്ചറായി കിടക്കുകയാണ്. ഇനി ഇത് നേരെ ആക്കണമെങ്കിൽ പൈസ വേണ്ട കയ്യിൽ. പൈസ ഇല്ല. ഇന്ത്യ ആണെങ്കിൽ INS വിക്രാന്ത് ഇറക്കുന്നു, INS സൂറത്ത് ഇറക്കുന്നു, മിസൈൽ വിട്ട് കളിക്കുന്നു, പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാരെ. അതിന്റെ ഇടയിൽ അവന്മാരെ അപ്പുറത്ത് കിടന്ന് പാക് പ്രതിരോധ മന്ത്രി ഭീഷണിയും യവൻ അവിടെ പാക് അധീന കശ്മീരിൽ ചെന്ന് നടന്ന് വലിയ താളവടിയും നടത്തുകയാണ്. അപ്പോൾ വലിയ കലാപം നടക്കുകയാണ്. അസീം മുനീറിനെതിരെ കലാപം, ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഇടയിൽ BLA ഇത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭം സൈഡിൽ നടത്തുന്നു. ഇതിനിടയിൽ ഏറ്റവും വലിയൊരു വിറ്റ് അതാണ്. ഇതിനിടയിൽ നമ്മുടെ ഇമ്രാൻഖാന്റെ പാർട്ടി തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇമ്രാൻഖാൻ പുറത്തു വിടണമെന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കാണല്ലോ. ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പേര് ഞാൻ മറന്നു, ചോദിച്ചാൽ അറിയായിരിക്കും. ആ പാർട്ടി പുറത്തിറങ്ങിയിട്ട് ഇമ്രാൻഖാനെ എന്ന് വിട്ടുതരും എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ തന്നെ അവന്മാർ പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. ഇനിയിപ്പം കോളായില്ലേ? കാരണം ഇന്ത്യ ഒരു സ്ഥലത്ത് അടിക്കാൻ നിൽക്കുന്നു, ബലൂചിസ്ഥാൻ അടിച്ചുകൊണ്ടിരിക്കുന്നു, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ ഫൈറ്റ് കിടക്കുന്നു. അപ്പൊ പിന്നെ രാജ്യത്ത് നിയമമേ ഇല്ല. അത് ലംഘിക്കാൻ ഇനി എളുപ്പമാണ്. പട്ടാളക്കാരന്റെ മെക്കിട്ട് കയറിയോ ഷഹബാസിന്റെ മൂട്ടിൽ ബോംബിട്ട് പൊട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പാകിസ്ഥാൻ 4 പിളരുന്നു എന്ന് വാർത്ത കേൾക്കുന്നു. അതിന്റെ ഇടയിൽ വേറൊരു വാർത്ത വരുന്നത് എന്താ അറിയോ? ഞാൻ ഈ വാർത്തയൊക്കെ ബ്രീഫായിട്ട് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാവാനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബിജുചേട്ടന്റെ അഭിപ്രായത്തിലേക്ക് വേണ്ടി വേറൊരു പ്രധാന വാർത്ത, പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന്. നമ്മൾ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തൊരു വാർത്ത, 4 മിസൈൽ പരീക്ഷണങ്ങൾ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന റിപ്പോർട്ടുകൾ ഇവന്മാരുടെ കയ്യിൽ മിസൈലുള്ള ഒരു കോപ്പുമില്ല. ഇവന്മാര് പഴയ വീഡിയോ ഗെയിമിന്റെ ഒക്കെ പടം എടുത്തിട്ട് മിസൈൽ എന്ന് പറഞ്ഞ് മുകളിലോട്ട് അഴിച്ചയച്ച് കളിച്ചിട്ട് അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ നടത്തിയ പരീക്ഷണമാണെന്ന് പറയുക എന്നുള്ളതാണ്. അതേ ഇനി ഇന്ത്യയുടെ ശക്തി കാണാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണോ എന്ന് അറിയില്ല. ഇവന്മാര് മിസൈൽ പരീക്ഷണം നടത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യ ശക്തമായിട്ട് ഇവിടെയും പരീക്ഷണം നടത്തും. അപ്പോൾ ഇവന്മാര് ആകാശത്തോട്ട് നോക്കി വായും പൊളന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്ന ഈ ഒരു നീക്കം, ഇതൊരു വമ്പൻ നീക്കമാണ്. പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ 4 പിളരുമെന്ന്, അതിന്റെ തുടക്കത്തിന്റെ സൂചനയാണോ ഇതെല്ലാം? എന്ത് തോന്നുന്നു? നമ്മള് രണ്ടുപേരും കൂടെ 1 മാസം മുമ്പ് ഇതേപോലൊരു ഡിബേറ്റ് നടത്തി. അന്ന് ധനുഷ് ഈ ചോദ്യം തന്നെ ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ തന്നെ അവര് തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത കുറെ വിഷയങ്ങളുണ്ട്, അവരതിനെ തകർക്കും. അന്ന് ഞാൻ വിശദമായിട്ട് തന്നെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും ഖൈബർ പഖ്തൂണിലുള്ള തെഹ്രീക്കെ താലിബാന്റെ കാര്യവും PTI ഇമ്രാൻഖാന്റെ പാർട്ടി, പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി, ഇപ്പൊ പാർട്ടിയുടെ ഇപ്പോൾ ഈ താലിബാനെയൊക്കെ പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഉൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘടന, മത പണ്ഡിതൻ, അദ്ദേഹം വലിയ ആരാധകരുള്ള ഫാൻസ് ഉള്ള അവരൊക്കെ ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നു. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്തവരും കുറച്ചുകൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാധനങ്ങളൊന്നും അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും ഇതേപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകും, പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഇന്ത്യക്ക് വലിയ പണിയെടുക്കേണ്ടി വരില്ല, രക്തം പോലും ചിന്തേണ്ടി വരില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ആഭ്യന്തരമന്ത്രി അടക്കം മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇപ്പൊ അന്ന് നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ടെല്ലാം ശരിയായിട്ട് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാതെ പോയത് പാക് പട്ടാളത്തിനകത്തുള്ള ആഭ്യന്തര കലാപവും
അതുപോലെ തന്നെ ഈ മതപണ്ഡിതന്മാര് രംഗത്ത് എത്തും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് രണ്ടും കൂടെ സംഭവിച്ചിരിക്കുന്നു. അത് നമ്മൾ പറഞ്ഞതും നമ്മൾ പറയാത്തതുമായ കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഏതാണ്ടൊക്കെ വലിയൊരു രീതിയിലേക്ക് പോകുന്നു. ഇനിയിപ്പം ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു 3-4 ദിവസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത നൽകിയിരുന്നു. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഈ വിദേശകാര്യം നോക്കുന്ന വിദേശകാര്യങ്ങളെ പ്രതിനിധികളോ അല്ലെങ്കിൽ വിദേശകാര്യമായിട്ട് കണക്ട് ചെയ്യുന്ന അവിടെ ഒരു പ്രതിനിധിയുണ്ട്. അദ്ദേഹം ഒരു ആഹ്വാനം നൽകിയിരുന്നു. ഇതാണ് പറ്റിയ സമയം. അതായത് ബലൂചിസ്ഥാനുള്ള ജനങ്ങൾക്ക് നൽകിയ ഒരു അഭ്യർത്ഥന. ഇതാണ് പറ്റിയ സമയം. ഈ സമയത്ത് നാം എല്ലാവരും നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ രംഗത്തിറങ്ങി കഴിയും. കാരണം ഇതിൽ കൂടുതൽ വലിയ അവസരം ഇനി വരാനില്ല എന്ന് അദ്ദേഹം 3-4 ദിവസം മുമ്പ് പറഞ്ഞു. അതായത് നമ്മുടെ പൽഗാം ഇഷ്യൂവിന് ശേഷം ഇന്ത്യ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം അത് പറയുകയുണ്ടായത്. ഏതായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആണുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിലൊന്നാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അവര് ഈ പറയുന്ന മങ്ഷ എന്ന് പറയുന്ന ആ ഒരു നഗരം പിടിച്ചെടുക്കുക മാത്രമല്ല, അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അവർ കൈയടക്കുകയും അതിന്റെ നിയന്ത്രണം ഈ സർക്കാർ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഒരു രാജ്യം പിടിച്ചെടുക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന അവിടുത്തെ റേഡിയോ സ്റ്റേഷൻ, TV സ്റ്റേഷൻ ഔദ്യോഗികമായിട്ടുള്ളത് പിടിച്ചെടുക്കുകയും ബാക്കിയുള്ള ചാനലുകളെ ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ ആ റേഡിയോയിൽ ഇതുകൂടെ പറയുകയും മറ്റുമാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ചെറിയ ചെറിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ അടക്കം പിടിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ അതേ രീതിയിലാണ് ഈ ഗംചോർ നഗരം പിടിച്ചെടുത്തത് എന്ന് പറയുന്നു. അതിൽ ആ വാർത്ത കുറച്ചുകൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ 100 കണക്കിന് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഒരു സൈനിക താവളത്തിന് നേർക്ക് ആക്രമണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈനിക യൂണിറ്റ് അവിടെ ഉണ്ടായിരുന്നു, അവർക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറാച്ചി കത്വ ഹൈവേ അവര് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോകും. സൈന്യത്തിനാണെങ്കിലും അവിടെ എത്തുക എന്നുള്ള സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോകും. ഇനി നാളെ അവിടെ എന്തെങ്കിലും വരണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് അത് ഈ കൂടുതലും ഇങ്ങനെ പിടിച്ചെടുക്കുന്നവർ ചെയ്യുന്നത് ഈ സപ്ലൈ ചെയിൻ മുറിക്കുക എന്നുള്ളത്. അത് നമ്മുടെ രാജ്യങ്ങളും അങ്ങനെയാണ്. രണ്ട് രാജ്യങ്ങളും നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സപ്ലൈ ചെയിൻ, നമുക്ക് ആയുധങ്ങളും മറ്റുമൊക്കെ സൈനികർക്ക് എത്തിക്കുന്ന ആ വഴി അങ്ങ് മുറിച്ചു കളയിലേക്ക് അതിനെ അടക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ അഭ്യന്തരം. കാരണം ഇതിനകത്ത് നമ്മൾ മുൻപ് വല്ലപ്പോഴും മാത്രം കേട്ടിരുന്ന ഒരു വിഭാഗം കൂടി ഈ ഒരു ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഡെത്ത് സ്ക്വാഡ് ഉണ്ട്. അതായത് മരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇത് നമ്മൾ കേട്ടിരുന്നു ഈ ഇവരെ കുറിച്ച്, ഡെത്ത് സ്ക്വാഡിനെ കുറിച്ച്. കുറച്ച് നാൾ മുമ്പ് ന്യൂസിന്റെ മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നു. അന്ന് ഈ ഡെത്ത് സ്ക്വാഡ് എന്നല്ല നമ്മൾ അതിന് പറഞ്ഞിരുന്നത്. അന്ന് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കൊപ്പം ഈ ബലൂച്ച് സ്വതന്ത്രമാകണമെന്ന് വാദിക്കുന്ന 8ഓളം സംഘടനകളുണ്ട്. ആ സംഘടനകളെ എല്ലാം കൂടെ കോർത്തിണക്കിയിട്ട് ഇവരൊരു കോർഡിനേഷൻ രൂപീകരിച്ചു. എല്ലാവരും കൂടെ, നമ്മളിങ്ങനെ സെപ്പറേറ്റ് നിന്നിട്ട് അടിക്കേണ്ട കാര്യമില്ല, ഒന്നിച്ച് നിന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. കാരണം അതിനകത്ത് ചില സംഘടനകൾക്ക് താലിബാൻ നേരിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഘടനകളുണ്ട്, ആ 8 സംഘടനകൾ. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നിട്ട് അവരൊരു 10,000 പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് 1,600 പേരെ ചാവേറുകളായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് അവർ ഉണ്ടാക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇപ്പൊ ഡെത്ത് സ്ക്വാഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഏതായാലും ഒരു വലിയ കാരണം ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പാകിസ്ഥാൻ പോലെ അവരെപ്പോഴും പറയുന്ന അവർ ശക്തമാണ്, അവർ സൈന്യം സംഭവമാണെന്നൊക്കെ അവർ പറയുമ്പോഴും ഒരു നഗരം അവിടുത്തെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിന്റെ ഒരു നാണക്കേട് അല്ലെങ്കിൽ അവരുടെ ബലഹീനത നമുക്ക് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ പാകിസ്ഥാനിൽ ഉടനീളം, അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ മാത്രമല്ല പാക് അധിനിവേശ കാശ്മീരിലെ ബൾട്ടിസ്ഥാനും ഗിൽജിത്തും അടക്കമുള്ളിടത്ത് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രധാന ഡിമാൻഡ് മുനീർ രാജിവെക്കുക, അല്ലെങ്കിൽ മുനീറിനെ പുറത്താക്കുക എന്നുള്ള, കരസേനാ മേധാവിയെ പുറത്താക്കുക. അതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഈ സൈനിക നേതൃത്വത്തെയും ഒപ്പം തന്നെ സൈനികരെയൊക്കെ എതിരെ സംസാരിക്കാൻ ഒരു ജനത തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സൈന്യം വളരെ ദുർബലമാണ് എന്നുള്ളതാണ്. മുൻപൊന്നും പാകിസ്ഥാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. വഴിയെ പോകുന്നതിനും വയ്യാവേലിക്കാരനും ഒക്കെ ഈ അവരുടെ കരസേനാ മേധാവി തെരുവിളിക്കുക, പോസ്റ്റ് ഇടുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ലോകത്തൊക്കെ നടക്കുന്ന കാര്യമല്ല. കാരണം സൈന്യത്തിനെതിരെ ഇത്തരത്തിലുള്ള ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കേസ് വേറെ വകുപ്പിലേക്ക് പോകും. അപ്പൊ അത്ര ദുർബലമാണ് അവർ എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരെ പരസ്യമായ പ്രതിഷേധവും. മുനീർ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അവർ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു ട്വിസ്റ്റ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയുടെ തലവൻ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് പാകിസ്ഥാനിൽ. അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലോടെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, നമ്മൾ ഈ അഫ്ഗാനിസ്ഥാൻ പണ്ട് മുതലേ ഇന്ത്യയുടെ ഇന്ത്യയുമായി ചേർന്ന് പോകുന്ന, ഇന്ത്യയുമായി സഹകരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അത് തകർക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ, അതായത് പാകിസ്ഥാൻ
താലിബാനെ സഹായിച്ചതും താലിബാനെ അധികാരത്തിലേറ്റിയതും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോഴാ താലിബാനും ഇന്ത്യയോടൊപ്പമാണ്. ഇതിന് കാരണക്കാരാരാണ്? നമ്മുടെ സേനാ മേധാവികളാണ്, നമ്മുടെ ഭരണകൂടമാണ്. അവരെ ഒപ്പം നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരെ ശത്രുവിന്റെ പക്ഷത്തേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു വലിയ പങ്കുണ്ടെന്നാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഇത് പാകിസ്ഥാനിലെ വിഷയങ്ങൾ പലതാണ്. ഈ ഗിൽജിത്തിലും ബാൾട്ടിസ്ഥാനിലും ഈ നടത്തുന്ന ആ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ അവർ മുനീറിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇതിനിടയിൽ സിന്ധ് പ്രവിശ്യയിൽ സ്ത്രീകളടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ട്രൈക്കിലാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ എത്രയും പെട്ടെന്ന് തുറന്നുവിടാനുള്ള സിസ്റ്റം ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ ഈ സംഘർഷങ്ങളും കലാപങ്ങളുമാണ്. അതായത് ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന രാജ്യത്തിന് സ്വന്തം രാജ്യത്തെ കലാപങ്ങളോ വലിയ പ്രശ്നങ്ങളോ, എന്തിനേറെ പറയുന്നു, ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ പോലും ആ രാജ്യത്തിന് പിന്നെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ അല്പം പ്രയാസകരമായിരിക്കും. കാരണം രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് ഈ പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തിനകത്ത് നിന്ന് അവരുടെ നഗരങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു. അവർ കൂടുതൽ ഇടങ്ങളിലേക്ക് പോകുന്നു. അവർ കറാച്ചിയുടെ ആ ഒരു ഹൈവേ, പ്രധാനപ്പെട്ട ഹൈവേ, ചെയിൻ സർവീസ് സപ്ലൈ മുറിച്ചിരിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. അതായത് ഇന്ത്യക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി വെയിറ്റ് ചെയ്യുന്നതും ഇതിനു വേണ്ടിയിട്ടായിരിക്കും. കാരണം അതൊരു കുട്ടിച്ചോറായി കഴിയുമ്പോൾ പിന്നെ ഇന്ത്യക്ക് വലിയ പണി എടുക്കേണ്ടി വരില്ല. ഒരുപക്ഷെ ഇന്ത്യക്ക് കുറച്ചുകൂടെ വലിയ ആയുധങ്ങളൊന്നും പ്രയോഗിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കാരണം സ്വന്തം രാജ്യത്ത് തന്നെ വിഘടിച്ച് പോകുന്ന തരത്തിലേക്ക് വലിയ കലാപം രൂക്ഷമായിരിക്കുന്നു. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാൻകാർ വളർത്തിക്കൊണ്ടുവന്ന താലിബാൻ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരിച്ചടിക്കണമെന്നൊക്കെ ജയിലിൽ നിന്ന് പറഞ്ഞിരുന്ന ശ്രീ ഇമ്രാൻഖാൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയായ PTI, ആ പാർട്ടിയുടെ നേതാക്കളും അദ്ദേഹം ജയിലിലാണ്, ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ ഇപ്പൊ തെരുവിലിറങ്ങിയ ഒരു വാർത്ത അവിടെ പുറത്തു വരും. അവർ പറയുന്നത് ഈ അവസരത്തിൽ ഈ രാജ്യത്ത് ഭരിക്കാൻ യോഗ്യൻ ശ്രീ ഇമ്രാൻഖാനാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തുറന്നുവിടും. കാരണം അതൊരു വലിയ പ്രതിഷേധം. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ നിന്ന് ഭരണം പോയതിനു ശേഷം പാകിസ്ഥാനിൽ തന്നെ തുടരുന്ന ഒരു മുൻ പ്രധാനമന്ത്രിയാണ് ശ്രീ ഇമ്രാൻഖാൻ. സാധാരണഗതി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പദം കഴിഞ്ഞാൽ ഒന്നുകിൽ നാട് വിടും ഒരാഴ്ചക്കുള്ളിൽ. ഇത് പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ചത് മറ്റൊന്നുമില്ല. ഒന്നുകിൽ അവരെ കൊന്നുകളയും, തൂക്കിലേറ്റോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും, ഇല്ലെങ്കിൽ അവർ നാട് വിടും. എന്തായാലും മരണം ഉറപ്പാണ്. പക്ഷെ ഇവിടെ ഇമ്രാൻഖാൻ അത് പോയിരുന്നില്ല. പക്ഷെ ആ ഇമ്രാൻഖാനെ പിന്നീട് ഇവർ ജയിലിലാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇമ്രാൻഖാന്റെ പാർട്ടിയും അവരുടെ MP-മാരുടെയൊക്കെ എണ്ണം അവരുടെ പാർലമെന്റിൽ കൂടുതലാണ്. അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ ഈ തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്നത് ഖൈബർ പഖ്തൂൺ മേഖലയിൽ അതിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി താലിബാൻ നേരിട്ട് പരിശീലിപ്പിച്ച് താലിബാൻ നേരിട്ട് ഫണ്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്, ഭീകര സംഘടനയാണ് തെഹ്രിക്കെ താലിബാൻ. അത് പാകിസ്ഥാൻ നിരോധിച്ചിരിക്കുന്നതാണ്. ഈ സംഘടനയുടെ ഒരു പിൻബലമാണ് ഈ ഇമ്രാൻഖാന്റെ പാർട്ടിക്കുള്ളതെന്ന് പറയുന്നു. നമുക്കറിയില്ല, അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ഇത് അങ്ങനെ വരികയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇമ്രാൻഖാന്റെ പാർട്ടി ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമാബാദിനെയാണ്. അതായത് പാകിസ്ഥാന്റെ തലസ്ഥാനത്തെ തന്നെയാണ്. കാരണം അവരുടെ എല്ലാ പ്രക്ഷോഭങ്ങളും ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചാണ്. കാരണം കറാച്ചിയും ഇസ്ലാമാബാദിലും ഒക്കെയാണ് വളരെ ശക്തമായി തന്നെ ഈ പാർട്ടിക്ക് സ്വാധീനമുള്ളത്. കാരണം നമുക്കറിയാം, മുമ്പ് നമ്മൾ വാർത്ത ചെയ്തിരുന്നതാണ്, ഇവര് വലിയൊരു റാലി നമ്മുടെ ജയശങ്കർ അവിടെ ഒരു സബ്മിറ്റിന് പോയ സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കണം, രണ്ടു വാക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭം ആ ഒരു സമയത്താണ്. അപ്പൊ അവരെ ബ്ലോക്ക് ചെയ്യാൻ അവർ വലിയ ഈ കണ്ടെയ്നർ ലോറികൾ നിരത്തിയിട്ടൊക്കെയാണ് വഴി ബ്ലോക്ക്. അപ്പം ഇസ്ലാമാബാദ്, അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദ്, ഒപ്പം തന്നെ ബലൂച്ച് മേഖല, ഖൈബർ പഖ്തൂൺ മേഖല, സിന്ധു പ്രവിശ്യയിലെ പ്രശ്നങ്ങൾ, പാക് അധിനിവേശ കാശ്മീരിലെ ഈ ഗിൽജിത്തിലും പാകിസ്ഥാനിലും അടക്കം നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഇതിന്റെ ഒരു പരിണത ഫലം എന്താകും എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ് കാര്യം. ഇതിന്റെ ഒരു നിയന്ത്രണം, ഒരു കോർഡിനേഷനിലേക്ക് എത്താൻ ഇവർക്ക് വളരെ പ്രയാസകരമായിരിക്കും. കാരണം സൈന്യത്തിന് എവിടെയൊക്കെ പോകേണ്ടി വരും, നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ള കാര്യം അവർക്ക് പോലും വ്യക്തതയും. ഇതിനിടയിലാണ് സൈന്യത്തിൽ പുകയുന്ന വലിയ അതൃപ്തിയുണ്ട് അവിടുത്തെ സൈനിക നേതൃത്വത്തോട്. അത് സ്വാഭാവികമായി സേനയിൽ റിഫ്ലക്ട് ചെയ്യും. നമുക്ക് തന്നെ അറിയാം, ഒരു ഫോഴ്സിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ആ ഫോഴ്സിന് ശക്തമായി മുമ്പോട്ട് പോകാൻ കഴിയും. അതൊരു ഇഷ്യൂ കിടക്കും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മുൻപ് നമ്മുടെ അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ POK-യിലെ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഇന്ത്യയുടെ ഭാഗം ചേരാനുള്ള സാധ്യതകളാണ് വളരെ കൂടുന്നത്. കാരണം അവർ നോക്കുമ്പോഴത്തേനും വെറുതെ ഇവന്മാര് സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു കഴിഞ്ഞാൽ അവരുടെ അടിയെങ്കിലും കുറഞ്ഞു കിട്ടും. അപ്പം അതാണ് അവർ ഒരു പക്ഷെ പ്രതീക്ഷിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രതീക്ഷിക്കുന്നത് ഇത് നല്ലൊരു അവസരമാണെന്ന് അവർ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് സ്വതന്ത്രമാകാൻ കിട്ടുന്ന ഏറ്റവും നല്ല ചാൻസാണ്, നമ്മളത് പ്രയോജനപ്പെടുത്തുക. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ ദേശീയ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലാണ് എന്നൊക്കെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിൽ 10-11 വർഷം പോയി നിന്ന് ചാരപ്രവർത്തനവും മറ്റും നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ
ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഏകീകരിക്കുന്നതിൽ, അവരെയും ഈ നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ 8 സംഘടനകളെയും ക്രോഡീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഇതിന്റെ ഇടനിലക്കാരായിട്ട് നിന്ന താലിബാനായിരുന്നു. കാരണം നമ്മൾ താലിബാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളും താലിബാനും തമ്മിലുള്ള ബാക്ക്ഡോർ ഡയലോഗ്സ് എല്ലാം നടക്കുന്നത് UAE വഴിയാണ്, ദുബായ് വഴിയാണ്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ നടന്നിരുന്നു. കാരണം നമ്മുടെ ഒഫീഷ്യൽസ് ഒരു മാസത്തിൽ 2 തവണ, അത് നമ്മൾ ഒരു ദിവസം ചർച്ചയ്ക്കൂടെ പറഞ്ഞതാണ്, ഒരു മാസത്തിൽ 2 തവണയൊക്കെ നമ്മുടെ ഒഫീഷ്യൽസ് അഫ്ഗാനിസ്ഥാനിൽ പോകാറുണ്ട്. പക്ഷെ അത് ഒഫീഷ്യൽ മീറ്റിംഗ് എന്നല്ല പറയാം. പക്ഷെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ താലിബാൻ മന്ത്രിമാരെ നേരിട്ട് കണ്ടു. അതിന് ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ 4 ദിവസം മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധി താലിബാന്റെ മിനിസ്റ്ററുമായി ചർച്ച ചെയ്യുന്ന ചിത്രം പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാൻ മീഡിയാസ്, ഡോൺ അടക്കമുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിരുന്നു. നമ്മളും അത് കൊടുത്തിരുന്നു. അത് നമ്മൾ അത് കൊടുത്തത് ആംഗിൾ വേറെയാണ്. നമ്മൾ കൊടുത്തത് ഇന്ത്യ ഈ ലോകത്തിന്റെ മുഴുവൻ പിന്തുണ തേടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടും നമ്മുടെ പ്രതിനിധികൾ എല്ലാ രാജ്യത്തെ ആളുകളുമായി സംസാരിക്കുന്നത് അതിന്റെ ഭാഗമായി സംസാരിച്ചു എന്നാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്കും ഈ സംസാരിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് സംശയമാസ്പദമായി. ഏതായാലും ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ. നമുക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ എന്തായാലും പാകിസ്ഥാൻ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ പോകുന്നു. അതിനിടയിലാണ് ധനുഷ് പറഞ്ഞ കണക്ക് 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലിന്റെ പരീക്ഷണം നടത്തിയെന്നുള്ളത്, അതിനു മുമ്പ് നടത്തിയ മിസൈലിന്റെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വളരെ രസകരമായിട്ടൊരു കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അവരുടെ മുനീർ, കരസേനാ മേധാവി മുനീറിന്റേതായി വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. കരസേനാ മേധാവി പാക് അധിനിവേശ കാശ്മീരിലെ നിയന്ത്രണ രേഖ സന്ദർശിച്ചു എന്നുള്ളത്. 2022 അദ്ദേഹം സന്ദർശിച്ച, അത് നിയന്ത്രണ രേഖ സന്ദർശിച്ചതിന്റെ വീഡിയോ ആണ് വീണ്ടും എടുത്തിട്ട് അവർ ലോഡ് ചെയ്ത് കൊടുത്തത്, പോസ്റ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷെ പാക് ജനത പഴയതുപോലെ അവർ അപ്പോൾ ഈ ഫാക്ട് ചെക്ക് ഉള്ളത് കൊണ്ട് ഫാക്ട് ചെക്കിൽ കൂടെ കണ്ടുപിടിക്കും. പിന്നീട് ആ സൈന്യം അവരുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ആ വീഡിയോ നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഈ മിസൈൽ എന്താണെന്നോ ഇതിന്റെ ഭാവി എന്താണെന്നോ ഒക്കെ ഉള്ള കാര്യം, കാരണം ഈ മിസൈലിൽ നിറയ്ക്കാനുള്ള സാധനത്തിന്റെ ഇന്ധനം കൊടുക്കില്ല എന്ന് ചൈന പറഞ്ഞതും ഒക്കെ കുറച്ചു നാൾക്ക് മുമ്പായിരുന്നു, പൈസ കൊടുക്കാത്തതുകൊണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോ എന്തായാലും അധികം വൈകില്ല. നമ്മുടെ തിരിച്ചടിക്ക് ഇനിയിപ്പം തിരിച്ചടിക്ക് മുമ്പ് തന്നെ ഏതാണ്ട് അത് തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് ഈ ഉന്തിന്റെ കൂടെ ഒരു തള്ള എന്ന് പറയുന്നത് പോലെ അത്രയും മാത്രം ഇന്ത്യക്ക് ചെയ്താൽ മതിയാകും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.